ഹലോ, നമസ്കാരം. നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയ ഒട്ടനവധി ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് നല്ല അധ്യാപകർ നമുക്കുണ്ട് എന്നുള്ളത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർ മികച്ച രൂപത്തിൽ മക്കളെ അവരുടെ മക്കളെ പോലെ തന്നെ കണ്ട് പരിഗണിച്ച് നല്ല രൂപത്തിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈയിടെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വിളിച്ചിരുന്നു. പഠന പ്രയാസം എങ്ങനെ പരിഹരിക്കാമെന്ന് അവർക്ക് പ്രത്യേകമായ ഒരു വർക്ക്ഷോപ്പ് നടത്തി ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഒരു 10% കുട്ടികൾ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു റെമഡിയൽ മെത്തേഡ് അവർക്ക് അറിയണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാൻ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. എങ്കിലും അവിടെ വരുന്നൊരു പ്രശ്നം, ഈ ഓരോ കുട്ടിയും ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലായ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുകയും ഓരോരുത്തർക്കും പ്രത്യേകമായ പഠനശൈലി ആവശ്യമാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിലവിലെ സ്കൂൾ സമ്പ്രദായത്തിൽ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. പഠിക്കുവാനുള്ള പ്രയാസം, വായിച്ചാൽ മറന്നു പോവുക, എഴുതുവാനുള്ള ബുദ്ധിമുട്ട്, എഴുതുമ്പോൾ തലതിരിഞ്ഞു പോവുക തുടങ്ങിയ പഠന പ്രയാസമുള്ള കുട്ടികളെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഏതെങ്കിലും റെമഡിയൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ തന്നെ സമീപിച്ച് അത് പരിഹരിക്കാൻ നാം നോക്കണം. അല്ലാത്ത പക്ഷം അവർ ക്ലാസ്സിൽ സ്ഥാനക്കയറ്റം കിട്ടുമെങ്കിലും അവർക്ക് വിദ്യാഭ്യാസ നിലവാരം പുലർത്താൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ എല്ലാ രക്ഷിതാക്കളും ഈ സമയത്ത് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് വലിയ വിപത്തായി അത് നമ്മുടെ മക്കളെ ഭാവി ജീവിതത്തെ ബാധിക്കും.